ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞാനിന്ന് വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യാമെന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള ഐസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് പാൽ മാറ്റി വെച്ച് ബാക്കിയുള്ള പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1.5 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഇവിടെ നമ്മളുടെ പാല് നന്നായിട്ട് തന്നെ തിളക്കേണ്ട ഒരു പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ പാലും കസ്റ്റാർഡും കൂടി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് അടിയിൽ പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് തിളപ്പിച്ച് കുറുക്കിയൊന്നും എടുക്കണ്ട, ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാറണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് 3 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിഞ്ഞ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചില്ലേ പാല്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാങ്ങക്ക് കുറച്ച് മധുരം കുറവ് തോന്നിയത് കൊണ്ട് 1/2 കയ്യിൽ പഞ്ചസാരയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാങ്ങയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണില്ല കേട്ടോ, അല്ലാതെ തന്നെ എനിക്ക് മധുരമൊക്കെ പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കുന്ന ഇതുപോലുള്ളൊരു മോൾഡിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മോൾഡ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഐസ് ഉണ്ടാക്കാൻ പറ്റൂല എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പേപ്പർ ഗ്ലാസ് ഇല്ലേ, അതിലോ അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിലൊക്കെ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്ത് ഫ്രീസറിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ നമുക്ക് ഐസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് എല്ലാം ഇതിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ മൂടി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പിറ്റേ ദിവസം ഇത് എടുത്തിട്ടുള്ളത് ഒരു സാധാരണ വെള്ളത്തിൽ ഈ മോൾഡിന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു 2-3 സെക്കൻഡൊക്കെ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് മോൾഡിൽ നിന്ന് വിട്ടു പോരും. കണ്ടില്ലേ, ആ വെള്ളത്തിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വിട്ടു പോന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഐസുകളിൽ ഒന്നാണ് കേട്ടോ മാങ്ങ ഐസ്. പിന്നെ പാൽ ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് ഐസ്ക്രീമുകൾ നമുക്ക് ആ സമയത്ത് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ഒരു കാലഘട്ടമാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അധികം ചേരുവകളൊന്നും കൂട്ടാതെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ മക്കൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അവരോട് നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മളിതൊക്കെ കഴിച്ച കഥകളൊക്കെ ഒരുപാടുണ്ടാവില്ലേ പറയാൻ, അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാവില്ല ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അറിയുമ്പോഴൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.